ഇന്നലെ രാത്രി കേരളമൊട്ടാകെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം നടന്നു. തൃശ്ശൂരിൽ നിന്നും ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു വരികയായിരുന്ന ഭാവനയുടെ വണ്ടിക്കെതിരെ ഒരു ടെമ്പോ ട്രാവലർ തട്ടി നിർത്തി. അതിൽ നിന്നും 4-5 പേരിറങ്ങി വന്ന് ഭാവനയുടെ കാറിലേക്ക് ഇടിച്ചു കയറി. ഭാവനയുടെ ഡ്രൈവറോട് കാർ കൊച്ചിയിലേക്ക് എടുക്കാൻ പറഞ്ഞു. അതിനുശേഷം അവരെല്ലാവരും കൂടെ നടിയെ ഉപദ്രവിച്ചു. കൂടാതെ മൊബൈൽ ഫോണിൽ ഒരുപാട് ഫോട്ടോസും വീഡിയോസും എടുത്തു. പാലാരിവട്ടം എത്തി ടൗണിൽ തന്നെ കുറച്ച് കറങ്ങിയതിനു ശേഷം ആ റൌഡികൾ വണ്ടി നിർത്താൻ പറഞ്ഞു. അതിനുശേഷം അവരിറങ്ങി ഓടി. നടി ഭാവന കാക്കനാട് ഡയറക്ടർ ലാലിന്റെ വീട്ടിൽ അഭയം തേടി കാര്യങ്ങൾ പറഞ്ഞു. ലാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു. അവരെ കേസെടുപ്പിച്ചു. ആക്രമിച്ച ഗ്യാങ്ങിൽ തന്റെ മുൻപത്തെ ഡ്രൈവർ ഉണ്ടായിരുന്നോ എന്ന് ഭാവന തറപ്പിച്ചു പറയുന്നു. മാത്രമല്ല, വണ്ടി ഓടിച്ച ഡ്രൈവറെയും ഭാവനയ്ക്ക് സംശയമുണ്ട്. തൃശ്ശൂരിൽ നിന്നും പുറപ്പെട്ടതു മുതൽ തന്റെ ഡ്രൈവർ നിർത്താതെ SMS അയക്കുന്നുണ്ടായിരുന്നത്രേ. മാത്രമല്ല, റൌഡികൾ കാറിൽ കയറിവാട് വിടാൻ പറഞ്ഞപ്പോൾ കാർ വിട്ടു, നിർത്താൻ പറഞ്ഞപ്പോൾ നിർത്തി. അധികം ഭീഷണിയില്ലാതെ ഇതെല്ലാം മുൻകൂട്ടി പ്രതീക്ഷിച്ചു വില്ലിങ്ങായി ചെയ്തതുപോലെയാണ് തോന്നിയത്. ഇതെല്ലാം ഭാവനയുടെ ഡ്രൈവർ മാർട്ടിന്റെ മേൽ സംശയം തിരിയുന്നു. എന്തായാലും പോലീസ് മാർട്ടിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ ഡ്രൈവറെ കൊണ്ടുവന്ന ഏജൻസിയും മുൻപത്തെ ഡ്രൈവറെയും പോലീസ് തിരയുന്നുണ്ട്. സുനിൽ കുമാർ അക്ക പൾസർ സുനി ഒരുപാട് ചെയിൻ സ്നാച്ചിങ് അടക്കമുള്ള ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. പോലീസ് ഇവരെ തിരയുന്നുണ്ട്. കാറിൽ നിന്നും എടുത്ത ഫോട്ടോസ് ആൻഡ് വീഡിയോസ് കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് പൈസ ചോദിക്കാനുള്ള ശ്രമമായിരിക്കാം ഇതെന്നാണ് പോലീസ് പറയുന്നത്. ചിത്രം, പേശത്തടി, ദീപാവലി എന്നീ തമിഴ് സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയ നടി ഭാവന തമിഴകത്തും വളരെ പോപ്പുലറാണ്. അതുകൊണ്ട് തന്നെ തമിഴ് ഫിലിം ഇൻഡസ്ട്രിയെയും സംഭവം ആകെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട്. സെലിബ്രിറ്റി സ്റ്റാർസിന് ഇതാണ് അവസ്ഥയെങ്കിൽ ഒരു നോർമൽ പെണ്ണിന്റെ സിറ്റുവേഷൻ എന്തായിരിക്കും? ഒറ്റയ്ക്ക് ആർക്കും എവിടെയും പോവാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ആരെയും വിശ്വസിക്കാനും പറ്റില്ല എന്ന അവസ്ഥയാണ് ഈ ഷോക്കിംഗ് ഇൻസിഡന്റ് തെളിയിക്കുന്നത്. What do you think is your secret to success and your secret to good looks? Alle? Yes. I think രണ്ടിനും എൻ്റെ പാപ്പജി, എൻ്റെ ഗുരു, അതിൽ